ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ശാരദാമ്മയും ശാലിനിയും ശ്യാമയും എല്ലാം ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്താണെങ്കിൽ ശാരിക അവിടേക്ക് ഓടിക്കതച്ചു വരുന്നുണ്ട്. ശാരദാമ്മയും ശ്യാമയും ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി, എന്താണ് പ്രശ്നമെന്നൊക്കെ ചോദിക്കുന്നു. ശാരിക ഇപ്പോൾ പറയുന്നുണ്ട്, ഉടനെ തന്നെ TV വെക്കണം, TV-യിൽ ഒരു ന്യൂസ് ഉണ്ടെന്ന് പറയുന്നു. ശാരദാമ്മ TV-യിലെ ന്യൂസ് വെക്കുന്നു. ന്യൂസിൽ പറയുന്നത് സിവിൽ സർവീസ് ഇന്റർവ്യൂവിൽ ടോപ്പായിട്ട് ശാലിനി വിജയിച്ചു എന്നാണ്. മലയാളികൾക്കാണെങ്കിൽ അഭിമാന നിമിഷമാണെന്നൊക്കെ പറയുന്നു. ആ വാർത്ത കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നു. എല്ലാവരും കൂടെ ശാലിനിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ശാരദാമ്മ പറയുന്നുണ്ട്, ഈ ന്യൂസ് അറിഞ്ഞാൽ സത്യാമ്മ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നൊക്കെ അറിയത്തില്ല എന്നൊക്കെ. ശാരിക അപ്പോൾ പറയുന്നുണ്ട്, സത്യാമ്മയാണെങ്കിൽ എല്ലാം മറക്കും. ഇവൾ കളക്ടറിന്റെ ബോർഡൊക്കെ വെച്ച് കാറിൽ വരുമ്പോൾ അതിന്റെ സന്തോഷത്തിൽ സത്യാമ്മ എല്ലാം മറക്കുമെന്നൊക്കെ പറയുന്നു. ശാരദാമ്മ പറയുന്നുണ്ട്, എന്തായാലും കുറുപ്പ് സാറിനെ കണ്ടിട്ട് ഒരു നന്ദി പറഞ്ഞിട്ട് വരാമെന്നൊക്കെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിനെയും വിഷ്ണുവിന്റെ അച്ഛനെയും രോഹിത്തിനെയാണ്. അവരെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ശാലിനിയുടെ ന്യൂസ് കേൾക്കുന്നു. ശാലിനി വിജയിച്ചതറിഞ്ഞിട്ട് വിഷ്ണു സന്തോഷത്തോടെ എഴുന്നേറ്റ് നിന്ന് കൈകൊട്ടുന്നു. അതിനുശേഷം അച്ഛനെയും രോഹിത്തിനെയും ഒക്കെ കെട്ടിപ്പിടിക്കുന്നു. 3 പേർക്കും ഒരുപാട് സന്തോഷമാകുന്നു. ശാലിനി വിജയിച്ചെന്നും പറഞ്ഞൊക്കെ ബഹളം വെക്കുന്നുണ്ട്. വിഷ്ണു ആണെങ്കിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്, നമ്മളുടെ ശാലിനി കളക്ടറായെന്നൊക്കെ പറഞ്ഞിട്ട്. വിഷ്ണു സന്തോഷം കൊണ്ട് രോഹിത്തിന്റെ കൈ പിടിച്ച് കറക്കുകയും ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വിഷ്ണു ശാലിനിയെ വിളിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ മൊബൈൽ എൻഗേജ്ഡ് ആണ്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, നേരിട്ട് പോയി ആശംസകളൊക്കെ അറിയിച്ചാൽ മതിയെന്ന്. മറന്നുപോയ ഫയൽ എടുക്കാനായിട്ട് സത്യാമ്മ പെട്ടെന്ന് അവിടേക്ക് വരുന്നു. സത്യാമ്മ ശാലിനിയുടെ ന്യൂസ് കാണാതിരിക്കാൻ വേണ്ടി വിഷ്ണു TV-യുടെ മുന്നിൽ പോയി നിന്നിട്ട് TV മറച്ചു നിൽക്കുന്നുണ്ട്. അതിനുശേഷം റിമോട്ടിലെ സൗണ്ട് ഒക്കെ കുറയ്ക്കുന്നുണ്ട്. സത്യാമ്മയ്ക്ക് വിഷ്ണുവും രോഹിത്തും വെള്ളം കൊണ്ടുവന്നിട്ട്, ക്ഷീണമുണ്ട് അമ്മയ്ക്ക്, ഈ വെള്ളം കുടിക്കെന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളം കുടിപ്പിക്കുന്നു. ആ സമയം കൊണ്ട് TV ഒക്കെ ഓഫ് ആക്കുന്നുണ്ട്. അതിനുശേഷം വിഷ്ണു രക്ഷപ്പെട്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് സത്യാമ്മ ചോദിക്കുന്നുണ്ട്, കുറെ നേരമായല്ലോ, എന്താണ് പ്രശ്നം? കുറെ നേരം കൊണ്ട് നീ രക്ഷപ്പെട്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താണ് കാര്യമെന്നൊക്കെ ചോദിക്കുന്നു. സത്യാമ്മ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് TV ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? രാഘവേട്ടനാണെങ്കിൽ എപ്പോഴും ന്യൂസ് കേൾക്കുന്നത് ഇഷ്ടമാണല്ലോ, എന്താണ് വെച്ചു കൊടുക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നു. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട്, ന്യൂസ് ഒക്കെ കണ്ട ഫുൾ നെഗറ്റീവാണ്, അച്ഛൻ ഇപ്പോൾ ന്യൂസ് ഒന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് രാഘവേട്ടനും പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ന്യൂസ് കാണണ്ട എന്നൊക്കെ. സത്യാമ്മ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മധുരം വാങ്ങിയിട്ട് ആർക്കോ കൊടുക്കണമെന്ന് പറയുന്നത് കേട്ടല്ലോ, ആർക്കാണെന്നൊക്കെ. വിഷ്ണുവിന്റെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട്, അത് ശ്യാമയ്ക്ക് വേണ്ടിയാണ്, രോഹിത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞതാണെന്നൊക്കെ പറയുന്നു. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട്, ഈ രോഹിത്താണ് അങ്ങനെയൊക്കെ പറഞ്ഞത്, ഇവന് ഭയങ്കര നാണമാണ്, അതുകൊണ്ടാണ് എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ ചമ്മി നിൽക്കുന്നതെന്നൊക്കെ പറയുന്നു. സത്യാമ്മ ഇവർ പറയുന്നതൊക്കെ വിശ്വസിച്ചിട്ട് ഫയൽ എടുക്കാനായിട്ട് അകത്തേക്ക് പോകുന്നു. സത്യാമ്മ അകത്ത് പോയതിന് ശേഷം അച്ഛൻ പറയുന്നുണ്ട്, നീ കുറച്ച് ഓവറായിരുന്നു വിഷ്ണു, നീ എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് വിളിച്ചു പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നു. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് പിടിച്ചു നിൽക്കണ്ടെന്നൊക്കെ. സത്യാമ്മ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. അതിനുശേഷം വിഷ്ണുവിന്റെ അച്ഛനോട് പറയുന്നുണ്ട്, ഇവന്മാർക്ക് 2 പേർക്കും എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്, 2 പേരെയും ഒന്ന് സൂക്ഷിച്ചോണം, എന്തൊക്കെയോ പൊട്ടത്തരങ്ങളാണ് പറയുന്നത്. ഞാൻ എന്തായാലും പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സത്യാമ്മ പോകുന്നു. വിഷ്ണുവിന്റെ അച്ഛൻ വിഷ്ണുവിനോട് പറയുന്നുണ്ട്, നമ്മുടെ IAS കുട്ടിക്ക് ഒരു സർപ്രൈസ് കൊടുക്കണ്ടേ എന്ന്. അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, ഒരു കിടുക്കാച്ചി സർപ്രൈസ് കൊടുക്കണമെന്ന്. പിന്നീട് കാണിക്കുന്നത് കാറിലിരിക്കുന്ന സുസ്മിതയാണ്. സുസ്മിത മനസ്സിൽ വിചാരിക്കുകയാണ്, ശ്യാമയാണെങ്കിൽ അബോർട്ട് ആയതാണെന്ന് ഉറപ്പായിട്ടും സത്യമായ കാര്യമാണ്, പക്ഷെ അതിന് നല്ല തെളിവിനെയും സംഘടിപ്പിക്കണമെന്നൊക്കെ വിചാരിക്കുന്നു. സുസ്മിത ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെളിയിൽ കൊട്ടും ബഹളവും കേൾക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ സുസ്മിത വിചാരിക്കുന്നുണ്ട്, ഇലക്ഷൻ റിസൾട്ട് ഒക്കെ കഴിഞ്ഞല്ലോ, പിന്നെ എന്താണ് ഈ ബഹളമെന്നൊക്കെ. കൊട്ടും ബഹളത്തിന്റെയും കൂടെ വിഷ്ണുവും വിഷ്ണുവിന്റെ കൂട്ടുകാരും ഒക്കെ ഡാൻസ് കളിക്കുകയും ബഹളം വെക്കുകയും ഒക്കെ ചെയ്യുന്നതും സുസ്മിത കാണുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്